അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ. പക്ഷെ അത് കൂടിയിരുന്ന് ആലോചിച്ച് അതിൻ്റെ പരിഹാരം കാണുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഞങ്ങളെപ്പോഴും കൂടാറുണ്ട്. അപ്പോഴും നിങ്ങളോട് പറയാറില്ല. ഇന്ന് രാവിലെ മുതൽ ഞങ്ങൾ എങ്ങനെ വിവരം അറിഞ്ഞിട്ട് വരല് തുടങ്ങി. അപ്പോൾ ഏതായാലും ഇപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് ഞങ്ങളിവിടെ കൂടി. അതിൽ എല്ലാവരെയും വിളിച്ചു ചേർത്തിരുന്നു. ഇതിൽ വിമത വിഭാഗം എന്നോ ഔദ്യോഗിക വിഭാഗം എന്നോ എന്നുള്ള ചേരിതിരിവില്ല. നിങ്ങൾ ഏതോ ചാനലുകളിൽ അങ്ങനെ പറഞ്ഞു എന്ന് എനിക്ക് ശ്രദ്ധയിൽപ്പെട്ടു. അത് തെറ്റാണ്. എല്ലാവരും ഔദ്യോഗിക വിഭാഗം തന്നെയാണ്. ആ ഔദ്യോഗിക വിഭാഗത്തിൽപ്പെട്ട എല്ലാവരെയും ഞങ്ങളിത് വിളിച്ചു. സ്വാഭാവികമാണ്. അതെ അതെ. അതിൽ കുറച്ച് ആളുകൾ വന്നു, കുറച്ച് ആളുകൾക്ക് വരാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഏതായാലും ഇനിയും ചർച്ച ചെയ്യുമെന്നുള്ളത് തന്നെയാണ്. പ്രശ്നങ്ങൾ സമ്പൂർണ്ണമായിട്ടും പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. അതിനു വേണ്ടിയാണ് നമ്മൾ ഇല്ലാത്ത സമയമൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവിടെ. എല്ലാവരും ആഗ്രഹമാണ് പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളത്. അത് കേരളത്തിലെ അത് ഇനി ഉണ്ടാവില്ല. അതിപ്പോ നാളെ മുഷാവറല്ല, അതിന് മുമ്പ് ഉണ്ടാവും. നാളെ മുഷാവർ ഇത് വെച്ച് ബന്ധമുള്ള ചർച്ച അല്ല. ഇത് മുഷാവറിന്റെ മുമ്പ് തന്നെ എത്രയോ മാസം മുമ്പ് ഞങ്ങൾ ഇതിപ്പോ ഇവിടെ ഈ ഹോട്ടലിൽ ഈ റൂമിൽ കഴിഞ്ഞ ഒരു മാസം കഴിഞ്ഞ 27-ാം തീയതി പിന്നെ 27-ാം തീയതി ഇനി കൂടാന്ന് എനിക്കൊരു അസൗകര്യം ഉണ്ടായത്. 28-ാം തീയതി തങ്ങൾക്കൊരു അസൗകര്യം ഉണ്ടായി. പിന്നെ തങ്ങൾ പോയിട്ട് കുഞ്ഞാണ്ടി സാഹിബും ഞാനും MT സാഹിബ് ഞങ്ങളും കൂടി ഇരുന്ന് സംസാരിക്കാന്ന് വെച്ചാൽ തങ്ങളോട് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സംസാരിക്കും. തങ്ങൾ പറഞ്ഞു ആയിക്കോട്ടെ, ഞാൻ വന്നതിന് ശേഷം ബാക്കി നമുക്ക് സംസാരിക്കാന്ന് പറഞ്ഞു. അല്ല ഞങ്ങൾ അതിന് ശേഷം ഇരുന്നിട്ട് ഈ ചർച്ച നേതൃത്വം മുൻകൈയെടുത്ത് നടത്തുന്ന ചർച്ചയാണോ അതോ ആരെങ്കിലും ഒരു വിഭാഗത്തിന്റെ പരാതി പ്രകാരമാണോ? അല്ല, ഇത് നേതൃത്വം പരാതിയൊന്നും തിരില്ല. എല്ലാവരും നമ്മളോട് ഈ നേതൃത്വം മുൻകൈയെടുത്ത് നടത്തുന്നതിനാണ്. പിന്നെ അത് ചിലർ സൂചിപ്പിക്കുമല്ലോ പള്ളി. അപ്പൊ ഇത് അങ്ങനെയാണ് ചർച്ച. ആ നേതൃത്വത്തിന് ഉണ്ടല്ലോ ഇങ്ങനെ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത്. ഇത്തരം ചർച്ച പതിവുള്ളതാണ്. തങ്ങൾ ഉണ്ടായിരുന്ന സമയത്തും തങ്ങൾ ഉണ്ടായിരുന്ന കാലത്തും ഒക്കെ ഓരോരോ വിഷയങ്ങൾ വരും. ഈ ചർച്ച പതിവുള്ളതാണ്, അല്ലാതെ അസാധാരണ ഇതിലൊന്നുമില്ല. മുൻകാലങ്ങൾ വ്യത്യസ്തമായി ചെറിയ വ്യത്യാസങ്ങൾ കുറച്ച് ദിവസം കൊണ്ട് താഴെത്തട്ടിലെത്തി യോഗങ്ങളായി, സമാന്തര കമ്മിറ്റികളായി, പ്രതിഷേധങ്ങളായി, അങ്ങനെ സമൂഹ മാധ്യമങ്ങളൊക്കെ വലിയ ചർച്ചയായി താഴേക്ക് വന്നിട്ടുണ്ട്. അതെല്ലാം പരിഹരിക്കാൻ കഴിയും, ഒറ്റക്കെട്ടായിട്ട് നിൽക്കാൻ കഴിയും. അതൊക്കെ കഴിയും. അതിനുവേണ്ടിയാണ് ഇരുന്നത്. താഴെത്തട്ടിലേക്ക് താഴെത്തട്ടിലേക്ക് പോകുന്നുണ്ട് എന്ന് പരിഹരിക്കാൻ കഴിയാത്തതായ ഒന്നുമില്ല. നേതാക്കളെടുക്കുന്ന തീരുമാനം എന്താണെങ്കിലും അത് ഞങ്ങൾ പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നു എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്തുള്ള നടപടി എന്തെങ്കിലും ഉണ്ടാവും ചർച്ചയ്ക്ക് ശേഷം? അല്ല, അതൊക്കെ നമ്മൾ ഇപ്പൊ പറയാൻ പറ്റില്ല. നടപടി ഉണ്ടാവോ, അതൊക്കെ നടപടി ഉണ്ടാവോ ഇല്ലേ. നമ്മൾ ഈ നടപടിയല്ലല്ലോ വലുത്, പരസ്പരം യോജിപ്പിക്കും. പിന്നെ എന്ത് നടപടിയാണ്? അതന്നെ പറഞ്ഞത്. അത് അവര് ഓരോരുത്തർക്കുള്ള നിഗമനം അനുസരിച്ച് പ്രവർത്തനത്തിന് അത് ചെയ്തിട്ടുണ്ടാവാം. മനസ്സിലായില്ലേ? അപ്പൊ അതിനൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളതിന് വേണ്ടതുപോലുള്ള തീരുമാനങ്ങളും അതിന് വേണ്ടതുപോലെ ആരെങ്കിലും നടപടി എടുക്കാൻ വേണ്ടിയുള്ളൊരു നടപടി എടുക്കുകയാണെങ്കിൽ ഇപ്പൊ എന്തെല്ലാം നടപടി എടുക്കുക. ആ നടപടി എടുക്കലല്ല നമ്മളെ നിലപാട്. അത് വിശാലമായിട്ട് കൂട്ടിപ്പിടിച്ച് പോകുക എന്നുള്ളതാണ്. സമസ്ത ഒറ്റക്കെട്ടായി പോകണമെന്നുള്ളത് നമ്മൾ സുന്നികളുടെ മാത്രം ആവശ്യമല്ല, അത് സമൂഹത്തിന്റെ തന്നെ ആവശ്യമാണ്. എല്ലാ വിഭാഗം ജനങ്ങളുടെ ആവശ്യമാണ് സമസ്ത ഒറ്റക്കെട്ടായി പോവുക എന്നുള്ളത്. അതിനൊരു വീഴ്ച വരാൻ പാടില്ല എന്ന ഉദ്ദേശത്തോടെ തന്നെയാണ് ഇപ്പം ഞങ്ങൾ ഇന്നിവിടെ കൂടി. പിന്നെ വിട്ടുവീഴ്ച മനോഭാവമാണ് നമ്മുടെ അടിസ്ഥാനം. അത്രയാണ്, അത് മനസ്സിലാക്കണം. നടപടിയല്ല. നമുക്ക് വിട്ടുവീഴ്ച മനോഭാവമാണ് ഏറ്റവും വലുത്. അച്ചടക്കം പ്രധാനമാണ്. അച്ചടക്കം നമ്മൾ പറയുന്നുണ്ടല്ലോ, അച്ചടക്കം ഉണ്ടാവും. അച്ചടക്കത്തിനെതിരായിട്ട് ഒന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. അതോടുകൂടെ നേതൃത്വത്തിൽ എപ്പോഴും ഒരു വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടാവും. അതിന്റെ അടിസ്ഥാനത്തിലാണ് സംഗതികൾ. രണ്ടു കൂട്ടർക്കും പരാതി ഉണ്ടാകുമ്പോൾ രണ്ടു കൂട്ടരെ ഒരുമിച്ചിരുത്തിയിട്ടില്ല സംസാരിക്കുന്നത്. അപ്പോൾ ഒരു വിഭാഗം വരുമ്പോൾ അതാണ് അടുത്ത് സംസാരിക്കട്ടെ. പറഞ്ഞ മലയാളം മനസ്സിലായില്ലേ? ഇപ്പൊ അവർക്ക് അസൗകര്യം ഉണ്ടായതുകൊണ്ട് വന്നില്ല. അടുത്ത് ഇരുത്തും എന്ന് പറഞ്ഞു. അതിന്റെ ഡേറ്റ് തീരുമാനിച്ചിട്ടില്ല. അതെ അതെ. മുഷാവർക്ക് അതിൻ്റെതായ സ്വഭാവം ഉണ്ടാവുമല്ലോ. സംഘടന മുഷാവറല്ലേ. അപ്പൊ അതിന് പല ചർച്ചകളും ഉണ്ടാവും, പലതും ഉണ്ടാവും. അതൊന്നും ഇപ്പൊ പറയാൻ പറ്റൂലല്ലോ. അതിലെന്താ ചർച്ച ചെയ്യുന്നത്?
ശരി എന്നാലും പിന്നെ അന്ന് നിങ്ങൾക്ക് വാർത്ത ഉണ്ടാവില്ല. ആലോചിക്കും മലപ്പുറത്ത് തന്നെയാണോ ഉണ്ടാവുക? ഏത് ഇനിയിപ്പോ ഡേറ്റ് ചിലപ്പോൾ കൊടുക്കണമാവും, ചിലപ്പോൾ കൊടുക്കും. അടുത്ത മീറ്റിംഗ് എവിടെയാണ്? എവിടെയും കൂടുതൽ സൗകര്യപ്രദമായിട്ട് എല്ലാവരും സൗകര്യം അനുസരിച്ചുള്ള സ്ഥലം. രണ്ട് പക്ഷത്തുനിന്നും 10 പേരെയാണല്ലോ വിളിച്ചിരുന്നത്. ഈ 10 പേർക്കും അസൗകര്യമായിരുന്നു. അല്ലെങ്കിൽ ഇപ്പൊ അല്ല, മീഡിയ അത് തന്നെ അങ്ങനത്തെ ഞങ്ങൾക്കറിയാം. ചോദ്യങ്ങളൊന്നും ചോദിക്കണം. നമ്മൾ പറഞ്ഞില്ല അസൗകര്യം 2 വർഷം എന്ന് പറയാൻ പറ്റൂല എന്ന് പറഞ്ഞത്. പക്ഷേ മീഡിയ ഞങ്ങളോടൊക്കെ രാത്രിയാണ് പറഞ്ഞിരുന്നത് ഞങ്ങൾ ചിലർക്ക് പങ്കെടുക്കുന്നില്ല. അസൗകര്യം ഉണ്ടായാല് അവരെ പരിഗണിക്കുന്നവർക്ക് അതായത് ആ വരുന്ന ആളുകളിൽ നിന്നുള്ള ചിലർക്ക് ഉണ്ടായി, ചിലർക്ക് ഉണ്ടാവുമ്പോ എല്ലാവർക്കും വരാൻ പറ്റൂല. അപ്പൊ അവര് അങ്ങനെ അതാണ്ടായത്. ഈ ഉന്നത നേതൃത്വം എല്ലാം ഒഴിവാക്കി വരുമ്പോൾ ഈ ചെറിയ അസൗകര്യമൊക്കെ മാറ്റിവെച്ച് യോഗത്തിൽ പങ്കെടുക്കലല്ലേ മര്യാദ? അല്ല, മര്യാദ അങ്ങനെ രണ്ടും ആവാം. അതാണ് നമ്മളെ മോട്ടിവേഷൻ അനുഭവമാണ് നമ്മളെ അടിസ്ഥാനം. അല്ല, അവര് നമ്മളോട് ഇപ്പൊ നമ്മളോട് അവര് പറഞ്ഞിട്ടുണ്ട് അവരെ സംഗതികൾ. ഈ സംസ്ഥയിലെ ഭിന്നത മറ്റു ചിലർ മുതലെടുക്കുന്നില്ലേ? അത് എല്ലാത്തിലും ഭിന്നതയല്ല, അതിനെതിരുള്ളവരൊക്കെ മുതലെടുക്കും. അത് സ്വാഭാവികമാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി, എന്നാ പിന്നെ അവർ പോലും എടുക്കൂല. അത് മുതലെടുക്കണം നമ്മൾ പറയുന്നത്. ഇപ്പൊ ലീഗിൽ ഭിന്നത ഉണ്ടെങ്കിൽ അത് മറ്റുള്ള പാർട്ടിക്കാരൊക്കെ മുതലെടുക്കും. സമസ്തയിൽ ഭിന്നത ഉണ്ടെങ്കിൽ അല്ല, മറ്റുള്ള ഓലോട് അറിയാം. ഭിന്നത ഇല്ലാതെ നമ്മൾ പറയണത്. ഓലോടറിയാം, ഓലോന്ന് ശ്രദ്ധിച്ചാൽ വലുതാക്കാതിരുന്നാൽ മതി, എന്നാ പിന്നെ അതൊക്കെ ഞാൻ പറഞ്ഞില്ല. അതൊക്കെ അതിന്റെ ശേഷം പറയേണ്ട സംഗതികളൊക്കെ പറയാൻ പറ്റില്ല.